അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി കേട്ടോ. മുടിയൊക്കെ വെട്ടിയിട്ട് പിന്നെയും ചെറുതായിട്ട് വീണ്ടും മുടിയൊക്കെ വളർന്നു. വീട്ടിൽ വന്നു. അപ്പോൾ വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അല്ലാതെ മറ്റേ എന്താ പറയുക, നമ്മുടെ പണ്ട് മനുഷ്യരുടെ മരിച്ച സമയത്ത് എല്ലാവരും പറയായിരുന്നു ജെബിന് ഇത്രയും പൈസ ഉണ്ടായിട്ട് ജെബിന് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ വേണ്ടി ചെന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീടാണ് എൻ്റെ. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അല്ല, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാത്രമായിരിക്കാം. അപ്പോൾ ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഭർത്താവിനെ വീട്ടിൽ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പരിപാടിയിലൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് വെല്ലുമിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ നാളെ നമുക്ക് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കോഴീനെ കിട്ടുന്നുണ്ട്, അപ്പോൾ ഒന്ന് മേടിച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ നേരെ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ നാളെ ഇനി കോഴിയൊക്കെ മേടിക്കാൻ പോകണം. അതൊക്കെ വേറെ ഒരു വ്ളോഗായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വലിയേറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാം മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കയറി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വീടിൻ്റെ ഉൾഭാഗമൊക്കെ. വെല്ലുമിച്ച് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇത്രയൊക്കെ സൗകര്യമൊക്കെ ഉള്ളൂ കേട്ടോ. നാല് മണിയായി കാപ്പ് കുടിച്ചോണ്ടിരിക്കുക. 4 മണിയല്ല, 5 മണി ആയല്ലേ മച്ചി? 5 മണിയായി. ഇതെൻ്റെ സമയം പോകാൻ പോയെ. കോഫി വേണോ? ഉറങ്ങിയല്ലേ? എന്നാ പണിയുള്ള? എനിക്ക് സവോള അരിഞ്ഞോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പില്ലേ? നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. സവോള അരിയാണ്. എന്തിനാ ആവശ്യം സവോള അരിയുന്നത്? ബിരിയാണി ഉണ്ടാക്കാൻ പോവല്ലേ? ബിരിയാണി ഉണ്ടാക്കാം. അരിയുന്നേ ഉള്ളൂ. അവിടെ കോഴിക്കോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നാളെ കോഴീനെ കിട്ടും. അപ്പോൾ നാളെ കോഴീനെ മേടിച്ചുകൊണ്ട് വരുന്ന വീഡിയോ ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സവോള പഴക്കാൻ വേണ്ടി ഏകദേശം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കിവിടെ സവോളൊക്കെ ഇങ്ങനെ വഴണ്ട് വരുന്നുണ്ട്. അത്രയും അമ്മച്ചി അവിടെ മോര് കറി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മോര് അല്ല അമ്മച്ചി, പച്ചമോരാക്കാൻ വേണ്ടിയുള്ള പരിപാടി. സോറി, പച്ചമോരല്ല, മോര് കാച്ചാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഇവിടുന്ന് ആകുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മസാലയൊക്കെ ചേർക്കണം. ജസ്റ്റ് കുറച്ച് ബിരിയാണി മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയട്ടെ, ഒന്ന് ചെറിയൊരു എണ്ണയ്ക്കകത്തിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാര്യം നമ്മൾ ചിക്കൻ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് വേകട്ടെ. ദെൻ അപ്പോൾ നമുക്ക് അതേ സമയത്ത് തന്നെ നമ്മളിവിടെ ഓൾറെഡി സവോളയൊക്കെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി തക്കാളിപ്പഴം കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റുന്നതിന് വേണ്ടി തക്കാളിപ്പഴം കൂടെ വെച്ചിട്ട് നമ്മൾ വെച്ചേക്കുവാണ്. ദെൻ നമ്മൾ റൈസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് ആയിട്ടില്ല, അതിന് നമ്മൾ വേവിക്കാൻ വെക്കണം. കുറച്ച് കിസ്മിസും കാഷ്യും ഇട്ടു. നമ്മുടെ മിൽമയുടെ നെയ്യിൽ നമ്മൾ നല്ലപോലെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അമ്മച്ചി അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി അമ്മച്ചി നടക്കുന്നുണ്ട്. അമ്മച്ചിയാണോ അല്ലേ? കടുക് തളിക്കാൻ പോകുന്നത്. അമ്മച്ചി ഇച്ചിരി മെഴുക്ക് എന്നാത്തിൻ്റെയാ? മോര് വെച്ചു, മോര് കാച്ചി. ഇനി കറി ഉറത്താൻ വേണ്ടിയാണ്. ഇനി ഇച്ചിരി ഉണക്കമീനും കൂടെ ഫ്രൈ ചെയ്യണം. കാര്യം അമ്മച്ചി ഒന്നും ചിക്കൻ ബിരിയാണി കൂട്ടില്ല. അപ്പം അതുകൊണ്ട് അമ്മച്ചിക്കൊക്കെ സെപ്പറേറ്റ് ചോറും പിന്നെ അതുപോലെ തന്നെ അല്ലേ അപ്പം പിന്നെ അതുപോലെ തന്നെ മെഴുക്കുരട്ടി. എന്നാ മെഴുക്കുരട്ടിയാ? വാഴക്കാത്തോരൻ. യെസ്, അത് തന്നെ. അപ്പോൾ അപ്പം ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് നിൽക്കുമായിരുന്നു അല്ലേ അമ്മച്ചി? പിന്നെ ഞാനപ്പോൾ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ എന്നോർത്തിട്ട് ചാക്കോ ഇവിടെ തന്നെയായിരുന്നു. ഇന്നലെ ബോയ്സിൽ പരിപാടി ആയത് കാരണം അവർക്ക്
അവനല്ല അവിടെ കൂട്ടുകാരോടത്തിൽ പോയത് കാരണം പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ബിരിയാണി റെഡിയായി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ ബിരിയാണി റെഡിയായി. പിന്നെ ജസ്റ്റ് സൈഡായിട്ടുള്ള നമ്മുടെ ചള്ളാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ചാർ ഓൾറെഡി ഇവിടെ നാരങ്ങാച്ചാറുണ്ടായിരുന്നു നമുക്ക്. പിന്നെ അതും കൂട്ടി കഴിച്ചു. അപ്പോൾ അമ്മച്ചി ചിക്കൻ ബിരിയാണിയും ഒന്നും സംഭവമൊന്നും കൂട്ടത്തില്ലാത്ത കാരണം അമ്മച്ചിക്ക് കായുടെ മറ്റേ തോരനും അതുപോലെ തന്നെ അച്ചാറും പിന്നെ ഉണക്കമീൻ വറുത്തം ഉണ്ടായിരുന്നു അമ്മച്ചിക്ക്. പിന്നെ വേറെ മോതയുടെ കറിയാണെന്ന് തോന്നുന്നു, അതെനിക്കറിയത്തില്ല എന്നാണ്. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. അമ്മച്ചി അപ്പോൾ അതെല്ലാം കൂട്ടി ധാരാളമായിട്ട് കഴിച്ചു. അപ്പോൾ അതെ ഞാനും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കി എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു. ഇത് കണ്ടോ, നല്ല തിരണ്ടി മീൻ നല്ല ചതച്ച് വെച്ചേക്കുന്നു. നമ്മുടെ കാന്താരിയൊക്കെ ഇട്ട് ചതച്ച് വെച്ചേക്കുന്നു കേട്ടോ തിരണ്ടി. അതുപോലെ തന്നെ അത് മറ്റേ കാട തോരൻ. പിന്നെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മറ്റേ പീസ്. എനിക്ക് തോന്നുന്നു ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിച്ചില്ല കേട്ടോ. പിന്നെന്താ പറയണ്ടേ? ഓക്കെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറയണ്ടേ. അപ്പം ഞാനതിന് പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. എന്തായാലും ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ. കഴിക്കാനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു മൂവിയോ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.